എല്ലാവർക്കും നമസ്കാരം. ദൃഷ്ടി ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി 10-ാം തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഗബ്രിയേൽ അറ്റൽ. ഗബ്രിയേൽ അറ്റൽ ആണ് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി, മറന്നു പോകരുത്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, കേരള സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ ആരംഭിക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ പദ്ധതി. എന്താണ്? കേരള സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ ആരംഭിക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ പദ്ധതി എന്താണ്? ഓർമ്മത്തോണി. ഇത് വേറൊരു രീതിക്ക് നിങ്ങളോട് ചോദിക്കാം. ഓർമ്മത്തോണി എന്നത് കേരള സർക്കാരിന്റെ ഏത് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പദ്ധതിയാണ്? ഏത് വകുപ്പിന് കീഴിലാണ്? സാമൂഹിക നീതി വകുപ്പിന് കീഴിലാണ്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഭരണ സംവിധാനത്തിലും ചോദിക്കാം. LDCക്കും LGSനും 20 മാർക്കാണ് കറണ്ട് അഫയേഴ്സ്. മറ്റു വരുന്ന SI ടെസ്റ്റ്, എല്ലാ ടെസ്റ്റുകൾക്കും കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, 2024 ജനുവരി 11-ന് 215-ാം വാർഷികം ആചരിക്കുന്ന ചരിത്ര സംഭവം ഏതാണ്? കുണ്ടറ വിളംബരമാണ്. 1809 ജനുവരി 11-നാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്നത്. ആരാണ് പുറപ്പെടുവിക്കുന്നത്? വേലുത്തമ്പി ദളവയാണ് ഇത് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നോക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ നാലാമത്തെ ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ നിരീക്ഷണ വിമാനം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ നിരീക്ഷണ വിമാനം ഏതാണ്? ദൃഷ്ടി 10 സ്റ്റാർ ലൈനർ. ദൃഷ്ടി 10 സ്റ്റാർ ലൈനർ. നമ്മുടെ ചാനൽ കാണുന്നവർക്കാണ് ഈ ക്വസ്റ്റ്യൻ ഈ ആൻസർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ചാനലിന്റെ പേരെന്താണ്? ദൃഷ്ടി ന്യൂസ് എന്നാണ്. ആ ദൃഷ്ടി ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024ന്റെ വേദി എവിടെയാണ്? ഇന്ത്യയാണ്. ഓക്കെ, അപ്പൊ യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി ഇന്ത്യയിൽ വേദിയാവുന്നത് ആദ്യത്തെ തവണയാണ്. ഇന്ത്യയിൽ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഇതിന്റെ വേദി വരുന്നത്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നമ്മുടെ ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ആറാമത്തെ ചോദ്യം, 2024-ലെ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന സംസ്ഥാനം. 2024-ലെ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഏതാണ്? ഒഡീഷ. ഇനി സൂപ്പർ കപ്പിന്റെ പുതിയ പേരെന്താണ്? സൂപ്പർ കപ്പിന് പേര് മാറ്റിയായിരുന്നു. സൂപ്പർ കപ്പിന്റെ പുതിയ പേരാണ് കലിംഗ കപ്പ്. എന്താണ്? കലിംഗ കപ്പ്. ഓർത്തിരിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഏഴാമത്തെ ചോദ്യം, ലോക ഹിന്ദി ദിനം എന്നാണ്? ലോക ഹിന്ദി ദിനം ജനുവരി 10-നാണ്. ലോക ഹിന്ദി ദിനം എന്നാണ്? ജനുവരി 10. നമ്മൾ ജനുവരിയിൽ തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ദിനങ്ങൾ പഠിച്ചിരുന്നു. നമുക്കതൊന്ന് നോക്കാം. പ്രവാസി ഭാരതീയ ദിവസ് എന്നാണ്? ജനുവരി 9. ഇനി ദേശീയ പക്ഷി ദിനം ജനുവരി 5. ഇനി ലോക ബ്രെയിലി ദിനം ജനുവരി 4. ബ്രെയിലി ദിനം ജനുവരി 4, പക്ഷി ദിനം ജനുവരി 5, പ്രവാസി ഭാരതീയ ദിവസ് ജനുവരി 9. നമ്മൾ ഇന്ന് പഠിച്ചെന്താണ്? ഹിന്ദി ദിനം എന്നാണ്? ജനുവരി 10. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ പുരസ്കാര ജേതാവ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത്, എത്രാമതാണ്? 16ാമത് ബഷീർ പുരസ്കാര ജേതാവ് ആരാണ്? ഇ സന്തോഷ് കുമാർ ആണ്. ഇ സന്തോഷ് കുമാർ. ഓക്കെ, അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ ഏത് രാജ്യത്താണ് നായ മാംസ നിരോധന ബില്ല് പാസാക്കിയത്? 2024 ജനുവരിയിൽ ഏത് രാജ്യത്താണ് നായ മാംസ നിരോധന ബില്ല് പാസാക്കിയത്? ദക്ഷിണ കൊറിയയിലാണ്. എവിടെയാണ്? ദക്ഷിണ കൊറിയ. മറന്നു പോകരുത്. നമ്മുടെ 10ാമത്തെ ചോദ്യം, പ്രൊഫസർ MK സാനു പുരസ്കാരം 2024 നേടിയതാരാണ്? പ്രൊഫസർ MK സാനു പുരസ്കാരം 2024 നേടിയതാരാണ്? നമ്മുടെ MT വാസുദേവൻ നായർക്കാണ് 2024 MK സാനു പുരസ്കാരം, പ്രൊഫസർ MK സാനു പുരസ്കാരം ലഭിക്കുന്നത്. ഇതോടെ നമ്മുടെ വീഡിയോസ് തീരുവാണ്. നമ്മുടെ വീഡിയോയുടെ നോട്ടുകൾക്ക് വേണമെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷനിൽ നോട്ടുകൾ അവൈലബിൾ ആയിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോസിന് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. താങ്ക് യു.